കൊല്ലം ജില്ലയിലെ രാഷ്ട്രീയ ചിത്രം കൃത്യമായി വിശകലനം ചെയ്യുകയാണ് ഓരോ മാധ്യമങ്ങളും. ഇടത് വലത് സൈബറിടങ്ങളും ചാത്തന്നൂരിനെ കേന്ദ്രീകരിച്ച് എ ക്ലാസ് മണ്ഡലം എന്ന് പറഞ്ഞ് BJPയും കൊല്ലത്തെക്കുറിച്ച് വ്യക്തമായ പ്ലാനിങ്ങിലേക്ക് പോകുമ്പോൾ ടൈറ്റ് ഫൈറ്റ് ഉണ്ട് എന്ന് UDF പറയുന്ന മണ്ഡലങ്ങൾ പത്തനാപുരം KB ഗണേഷ് കുമാർ എന്ന് പറയുന്ന സിറ്റിംഗ് MLA ഗതാഗത മന്ത്രിയെ തറപറ്റിക്കാൻ കഴിഞ്ഞ വർഷങ്ങളിൽ കൃത്യമായ വേരോട്ടമുണ്ടാക്കി കൃത്യമായ അച്ചടക്കത്തോടെയുള്ള പണിയെടുത്തു എന്ന് പറഞ്ഞ് ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്ത് നിറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴും 2.5 വർഷമാണ് കിട്ടിയതെങ്കിലും KSRTC എന്ന് പറയുന്ന വകുപ്പിനെ ഏത് രീതിയിലേക്ക് ഒരു രാജ്യത്തിന് പോലും മാതൃകയാക്കി നിലനിർത്താം എന്ന് ഷോക്കേസ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടാണ് KB ഗണേഷ് കുമാർ പടിയിറങ്ങിയത്. അവസാനം KB ഗണേഷ് കുമാർ പറഞ്ഞൊരു വാക്കുണ്ട്, തൊഴിലാളികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുക, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പ്രസ്ഥാനം പോലെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകണം, ആവുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ കൂടെ നിന്നവർക്ക് മുഴുവനും നന്ദി എന്ന് പറഞ്ഞ് KSRTCയുടെ അവസാന മീറ്റിംഗും കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഗണേഷ് കുമാർ എന്ന മന്ത്രിയെ ഈ നാട് പലതവണ വിലയിരുത്തിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരൊറ്റ വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഒരു അമ്മ നിന്നിട്ട് പറയാ, 2.5 വർഷം മുമ്പ് KB ഗണേഷ് കുമാർ മന്ത്രിയാകുന്ന ടേൺ ആരംഭിക്കുന്ന സമയത്ത് 2 ആഴ്ച ലോക്കൽ നേതാക്കളുമായി ബന്ധപ്പെട്ട് വൈദ്യുതി എൻ്റെ വീട്ടിലേക്ക് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ നടന്നു. KB ഗണേഷ് കുമാറിൻ്റെ പത്തനാപുരത്തെ MLA ഓഫീസിലേക്ക് ഞാൻ ചെന്നു. എന്നെ വിളിച്ചത് KB ഗണേഷ് കുമാർ എന്ന MLA ആണ്, അന്നത്തെ മന്ത്രിയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിലില്ല KB ഗണേഷ് കുമാറിന് ഒരു പ്രവർത്തനം നടത്തി വോട്ട് ശേഖരിക്കാൻ. അത്രമേൽ നാടിൻ്റെ വികസനത്തെ, നാടിൻ്റെ പ്രശ്നങ്ങളെ ഏത് സമയത്തും തൊട്ടറിയുന്ന ഒരു നേതാവിനെ ജ്യോതികുമാർ ചാമക്കാലയുടെ കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ച UDFനാണ് വീണ്ടും അടിപതറിയിരിക്കുന്നത് എന്നുള്ളതാണ്. പത്തനാപുരത്തിൻ്റെ ഏത് സ്പന്ദനത്തെ എടുത്താലും അവിടെ ഒരു അടിയൊഴുക്ക് സംഭവിച്ചിട്ടില്ല, അവിടെ ഒരു അട്ടിമറിയും ഇല്ല എന്നുള്ളതാണ്. പത്തനാപുരം അല്ലാതെ വേറൊരു മണ്ഡലത്തിൽ പോലും കൃത്യമായൊരു ടൈറ്റ് ഫൈറ്റ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി അടക്കമുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നു എന്നുള്ളതല്ലാതെ കൊല്ലം ജില്ലയിൽ ഒരടിയൊഴുക്ക് ഒരു വലിയ മെച്ചപ്പെട്ട രീതി UDFന് കാണുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഇപ്പോൾ നിലനിർത്തിയിരിക്കുന്ന കുണ്ടറയും കരുനാഗപ്പള്ളിയും നിലവിൽ UDF തന്നെ ജയിച്ചു കയറും. കാരണം ആ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രവും ആ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവവും അതേപടി നിലനിർത്താൻ കോൺഗ്രസിന് സാധിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കൂടാതെ കൊല്ലത്ത് 2 സീറ്റ് കൂടി UDFന് നേടിയെടുക്കാനാകും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ കഴിഞ്ഞ 2 പകലുകളിലായി പറഞ്ഞു വെക്കുന്നത്. ചവറയും കൊല്ലവും. ചവറയിൽ RSPയുമായി ബന്ധപ്പെട്ട് ഷിബു ബേബി ജോൺ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് നടത്തിയിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഒരു പാർട്ടി ഇല്ലാതാകുന്ന ഒരവസ്ഥയിൽ നിന്ന് ജീവന് വേണ്ടിയുള്ള സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തി അവിടെ കൃത്യമായൊരു ഇടപെടലോടുകൂടി പിടിച്ചു നിൽക്കും ചവറയിൽ ഷിബു എന്നുള്ളതാണ്. കൊല്ലത്ത് LDFനൊരു പരാജയം ഉണ്ടായാൽ LDFകാർ CPMകാർ അംഗീകരിച്ചേ പറ്റൂ. കഴിഞ്ഞ 5 വർഷം, കഴിഞ്ഞ 10 വർഷം മുകേഷ് എന്ന് പറയുന്ന ഒരു MLAയുടെ, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ, ഒരു സാംസ്കാരിക നേതാവിൻ്റെ മുഴുവൻ പരാജയമായി അതിനെ വിലയിരുത്തേണ്ടി വരും. കണ്ണടച്ച് LDF ജയിക്കുമെന്ന് നമുക്ക് പറയാനാവില്ല. തെറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ, രാഷ്ട്രീയമായ നിലപാടുകളുടെ രീതിയിൽ മുഴുവനും എന്നൊക്കെ ഈ രാഷ്ട്രീയ കേരളം, കൊല്ലം, തെക്കൻ കേരളം മൊത്തം സാംസ്കാരിക നേതാക്കളും മുകേഷിനെ കേൾക്കാൻ വേണ്ടി കാതോർത്തപ്പോൾ നിലപാട് പറയാതെ ഒഴിഞ്ഞു മാറിപ്പോയ ഒരു നിലപാടാണ് മുകേഷ് എന്നും കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുകേഷിനുള്ള ഒരു വെല്ലുവിളി തന്നെയായിരിക്കും CPMൻ്റെ നഷ്ടപ്പെടൽ കൊല്ലം നിയോജക മണ്ഡലത്തിൽ എന്നുള്ളത്. കൊല്ലം കൂടി CPM മുകേഷ് എന്ന് പറയുന്ന ഒരൊറ്റ നേതാവിൻ്റെ പോരായ്മയിൽ വിട്ടുകൊടുക്കേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ UDF 4 സീറ്റ് 2ൽ നിന്ന് 4ലേക്ക് മെച്ചപ്പെടുത്തുന്നു. മൊത്തം 11 സീറ്റിൽ 7 സീറ്റുമായി LDF തന്നെ കൊല്ലത്തും നിലനിൽക്കും എന്നുള്ളതാണ്. ചാത്തന്നൂർ ഒരു A ക്ലാസ് മണ്ഡലമായി, കേരളത്തിൽ BJPയുടെ A ക്ലാസ് മണ്ഡലമായി നിയമം പറയുന്നുണ്ട്.
കഴക്കൂട്ടം പറയുന്നുണ്ട്, ശോഭാ സുരേന്ദ്രൻ ശക്തമായി മത്സരം രംഗത്ത് കൊണ്ടുവരുന്ന പാലക്കാട് പറയുന്നുണ്ട്, ആ കൂട്ടത്തിൽ ചാത്തന്നൂരിനെയും പറയുന്നുണ്ടെങ്കിലും 100% ഉറപ്പാണ്, എത്ര തവണയാണ് UDF ചാത്തന്നൂരിൽ മത്സരിച്ചിട്ടുള്ളത്? ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കുമ്പോൾ 3ാം സ്ഥാനത്തേക്ക് UDF തരം താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ UDFിൻ്റെ കയ്യിലിരിപ്പ് എന്നുള്ളതല്ലാതെ പറയാനില്ല. കൂടെ നിന്ന ഒരു രാഷ്ട്രീയ മണ്ണാണ് കൈവിട്ടു പോയിരിക്കുന്നത്. 3ാം സ്ഥാനത്തേക്കാണ് UDF ചാത്തന്നൂരിൽ വന്ന് വീഴാൻ പോകുന്നത്. BJPയും CPMും തമ്മിൽ ടൈറ്റ് ഫൈറ്റ് നിൽക്കുന്നു. LDFിൻ്റെ സ്ഥാനാർത്ഥി ചാത്തന്നൂരിൽ നിന്ന് ജയിച്ചു കയറുമെന്നുള്ളതാണ്. മുഖ്യധാരാ മാധ്യമങ്ങളാവട്ടെ എവിടെയെല്ലാം ഇതിൻ്റെ ചർച്ചകൾ നടക്കുന്നുണ്ടോ, കേരളത്തിൽ രാഷ്ട്രീയം പറയുന്ന നേതാക്കൾ, സത്യസന്ധമായി നിഷ്പക്ഷമായി രാഷ്ട്രീയത്തെ കാണുന്ന നേതാക്കൾ നിറഞ്ഞു നിൽക്കുകയല്ലേ സോഷ്യൽ മീഡിയയിൽ. അവരുടെ വിശകലനങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാൻ കഴിയും, A ക്ലാസ് മണ്ഡലമായ ചാത്തന്നൂരും BJPക്ക് അടിപതറും. 7-4 കൊല്ലം വിധി എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും. മെയ് 4 കാത്തിരിക്കുമ്പോൾ തെക്കൻ കേരളത്തിൽ തെക്കിൻ്റെ കാറ്റ് ഇടത്തോട്ട് വീശിയതിൻ്റെ 2 ജില്ലകൾ തിരുവനന്തപുരവും കൊല്ലവും.